ഒരു 2 ആഴ്ച മുന്നേ സാർ ഒരു കീളക്കേർ സിദ്ധറിന്റെ പുനർജന്മമായ അപ്പാവു സ്വാമിയുടെ ഒരു സമാധിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിനെ ചേർത്ത് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിലെ 4-5 ചോദ്യം എന്താ ഈ സമാധിയെക്കുറിച്ചും അവിടെ വന്ന് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ചും ആ സമാധിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ്. അപ്പൊ അതിനു വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി സാർ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇത് കേളക്കിയർ സിദ്ധരുടെ പുനർജന്മമായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പൂർവികർ പറഞ്ഞിട്ട് നമ്മളത് ചെയ്തു പോരുകയാണ്. കുറച്ചു കാലമായിട്ട് അതിൻ്റെ ചടങ്ങുകളൊക്കെ കുറേയേറെ വേണ്ടുമണ്ണമായിരുന്നില്ല നടത്തിയിരുന്നത്. എന്ന് വെച്ചാൽ കുംഭത്തിലെ ഉത്രം ഏകദേശം 1990 വരെ കുംഭമാസത്തിലെ ഉത്ര നക്ഷത്ര ദിവസം സമാധി വാർഷികമായിട്ട് നമ്മൾ അത്യാവശ്യം ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നു. രേഖ അനുസരിച്ച് പൂർവികർ പറഞ്ഞ അനുസരിച്ച് ഒരു 100 വർഷങ്ങൾക്ക് മേൽ വരെ വലിയ ആഘോഷമായി നടന്നിരുന്നതായിട്ടാണ് പറയുന്നത്. ഞാനൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അതിനുശേഷം ആ 100 വർഷങ്ങൾ 105 വർഷത്തോളമായിട്ട് അതിന് വലിയ വിപുലമായ അക്കാലത്തെ ഏറ്റവും മഹത്തായ ഒരു കുടുംബമാണ്. അത്രയും ആയിരക്കണക്കിന് വർഷം 1336 വർഷമായിട്ടുണ്ടെന്നാണ് കുടുംബത്തിന്റെ പഴക്കം. അതിലെ 717 വർഷം മുമ്പ് അത് പുതുക്കി പണിഞ്ഞത്. 727 വർഷമായി സ്വാമി സമാധിയായിട്ട്. അദ്ദേഹത്തിന്റെ ഈ ജന്മത്തിലെ പേര് അപ്പാവു സ്വാമി എന്നായിരുന്നു. അപ്പാവു സ്വാമി എന്നായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നത്. അദ്ദേഹം 117 വയസ്സിലാണ് സമാധിയായത്. വലിയ യോഗാഭ്യാസിയായിരുന്നു. പിന്നെ വൈദ്യനായിരുന്നു. മാന്ത്രികം, വൈദ്യം, യോഗ ഇവയിലായിരുന്നു അദ്ദേഹം ശോഭിച്ചിരുന്നത്. മുൻഗാമികൾ പറഞ്ഞു കേട്ടതനുസരിച്ച് വയസ്സ് 48-നും 50-നും ഇടയ്ക്ക് ഉണ്ടായിരുന്നിട്ടുള്ളൂ. കാഴ്ചയിൽ തോന്നുമായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമാധി നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ വീണ്ടും ചെറിയ തോതിൽ ആഘോഷം വർദ്ധിപ്പിച്ചു. ഈ വർഷം കുറച്ചുകൂടെ ഭംഗിയായിട്ട് അത് ചെയ്തു. അതിൻ്റെ ആചാരം എന്ന് പറഞ്ഞാൽ അവിടെ വെളുത്ത പൂക്കൾ സമർപ്പിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാണ്. പിന്നെ ഓരോരുത്തരുടെയും സങ്കല്പം അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അധാർമികമായ കാര്യങ്ങളൊന്നും ആഗ്രഹിച്ച് വരരുത്. അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതിരുന്നത്. ഇത് ഈ സമാധിയിൽ 64 ഭൈരവരുടെ ശക്തിയോടുകൂടി ഇരിക്കുന്നു എന്നാണ്. ആ ശരീരം ഇതുവരെ ജീർണിച്ചിട്ടില്ല. ജീവസമാധിയായിരിക്കുന്നത് കൊണ്ട് അത് അതുപോലെ ഇരിക്കുന്നു എന്നാണ്. അതിൻ്റെ മുകളിലെല്ലാം വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും, കുറച്ച് പാറകളുണ്ട്. അത് കുറച്ചും കൂടെ ഉയരത്തിലായിരുന്നു ഇരുന്നത്. അത് ഇവിടെ ഈ കുടുംബത്തിൽ, മംഗലത്ത് കുടുംബത്തിൽ ഓരോരുത്തരും മരിക്കുമ്പോൾ, എൻ്റെ കുടുംബത്തിൻ്റെ പേര് മംഗലത്ത് കുടുംബം, അത് അവിടെ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഓരോരുത്തരും മരിക്കുമ്പോഴും ഒരു പാറ അതിൻ്റെ മുകളിൽ വയ്ക്കും. എൻ്റെ കുട്ടിക്കാലത്ത് ഇതിൻ്റെ ഒരു 2 ഇരട്ടി വലിപ്പത്തിൽ ഇരുന്നാണ് താഴേക്ക് താഴുകയാണ്. സമാധിയുടെ മുകളിലായിട്ടാണ് ആ പാറ വെച്ചിരിക്കുന്നത്. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ചുറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റേതാണ് ഓലമേഞ്ഞ് അഴിയിട്ട രീതിയിലുള്ള ഒരു സങ്കേതമായിരുന്നു അത്. ഈ സമചതുരത്തിലുള്ള സമാധിയുടെ കല്ലറയ്ക്ക് ചുറ്റുമായിട്ട് അങ്ങനെയായിരുന്നു. പിന്നീട് 89-ലാണ് അത് ഇങ്ങനെ ഒരു രൂപമാറ്റം പുറത്ത് സിമെന്റ് കൊണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ബാഹ്യരൂപം. പിന്നെ കല്ലറയ്ക്കകത്ത് ആ സമാധി ഇരിക്കുന്നിടത്ത് ഉള്ള പ്രത്യേകത മണമുള്ള വസ്തുക്കൾ സമർപ്പിക്കുക എന്ന് വെച്ചാൽ പൂക്കള്, വളരെ സുഗന്ധമുള്ള പൂക്കൾ സമർപ്പിക്കുക. പിന്നെ നെയ്ദീപം കൊളുത്തുക, എണ്ണയും കത്തിക്കാം. അതിൽ നെയ്ദീപത്തിന് നെയ്വിളക്കിന് കുറെ പ്രാധാന്യമുണ്ട്. പിന്നെ വരുന്നവർക്ക് ഭസ്മം അവർക്ക് പ്രസാദമായി കൊടുക്കുക എന്നുണ്ട്. പിന്നെ അവിടുത്തെ പൂജയ്ക്ക് പ്രസാദമായിട്ട് വരുന്നത് നൈവേദ്യമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്, ഇപ്പോൾ സങ്കല്പിക്കുന്നതല്ല, പണ്ടേ ഉള്ളതാണ്. അത് കടല പുഴുങ്ങിയിട്ട് ഉപ്പ് ചേർത്തിട്ട് അത് അദ്ദേഹത്തിന് നൈവേദ്യമായി വെച്ചതിന് ശേഷം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി.